തൃശൂർ പടിയൂരിൽ ഇരട്ടക്കൊലപാതകം നടന്ന് 9 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പ്രതി പ്രേംകുമാറിനായി വിവിധ ഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായവും അന്വേഷണ ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. ഈ മാസം 2-നാണ് രണ്ടാം ഭാര്യയെയും ഭാര്യാമാതാവിനെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമുളപ്പിൽ, എന്തുകൊണ്ട് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ല? നാടുവിട്ടോ? എന്താണ് സംഭവിക്കുന്നത്? സുജിയ, ചൊവ്വാഴ്ച അതായത് ജൂൺ മാസം 2-ാം തീയതി രാത്രിയോടുകൂടിയാണ് ഇരട്ടക്കൊല നടത്തി പ്രേംകുമാർ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പിറ്റേ ദിവസം തന്നെ കണ്ണൂർ പ്രദേശത്തേക്ക് പോയി എന്നതായിരുന്നു പ്രാഥമികമായുള്ള നിഗമനം. പക്ഷേ പിന്നീട് പല ഈ ഫോട്ടോയും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള പോലീസ് ഇറക്കിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസിൻ്റെ കൂടി സഹായം തേടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഒരു സിമിലിയർ ഫേസ് ഉള്ള ആളുകളെ കാണുമ്പോൾ നിരന്തരമായ ഫോൺ കോളുകൾ പോലീസിന് വരുന്നുണ്ട്. ഇത്തരം ഒരാളെ കണ്ടു എന്ന് അറിയിപ്പുമായി നിരവധി ആളുകൾ പോലീസിൽ പക്ഷേ പരിശോധന നടത്തുമ്പോൾ അയാളല്ല എന്ന പോലീസ് കണ്ടെത്തുകയാണ്. പിന്നീട് അയാൾ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് പോലീസ് ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് 3 കൊല നടത്തിയ ഒരാളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആദ്യ കൊലയിൽ വിചാരണ തുടങ്ങാൻ ഇരിക്കെയാണ് രണ്ടാമത്തെ ഇരട്ടക്കൊല നടത്തുന്നത്. ആ വിചാരണയ്ക്കിടയിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് പ്രേംകുമാർ. പക്ഷേ ഇയാൾ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. പോലീസ് ചെറിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 9 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതിയെക്കുറിച്ച് കാര്യമായൊരു സൂചനയും പോലീസിന് ലഭിക്കുന്നില്ല. 2019 ഉദയംപേരൂരിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഇതുപോലെ തന്നെ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു. പക്ഷേ പോലീസ് ആസൂത്രിതമായി അയാളെ പിടികൂടുകയായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പിന്നീട് ഒരു വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമാണ് പിന്നീട് ഒരു ഇരട്ടക്കൊലയിലേക്ക് ഈ രണ്ടാം ഭാര്യയെയും ഭാര്യയുടെ മാതാവായ മണിയെയും കൊലപ്പെടുത്തിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെടുന്നത്. പോലീസ് വലിയ രീതിയിൽ സംഘം തിരിഞ്ഞുള്ള അന്വേഷണ സംഘങ്ങൾ പല സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ സൂചന ഇതുവരെയും ലഭിച്ചിട്ടില്ല. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് ജെയ്സൺ ചാമുളപ്പിലാണ്. പടിയൂരിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട കാര്യം.